ഹായ്, ഞാൻ ഷബീർ. നാൽക്കുകളിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വാക്സിൻ എക്സംഷൻ എന്നുള്ളൊരു അബുദാബി എന്നുള്ളൊരു അറിയിപ്പ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ അത് ഔദ്യോഗികമായിട്ട് തന്നെ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നും ഏതൊക്കെയാണ് 7 വിഭാഗം എന്നും വ്യക്തമായിട്ടുള്ളൊരു അറിയിപ്പിലൂടെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് കാണിക്കാനാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സെപ്ഷൻ വാക്സിനിൽ നിന്നുള്ള ഒഴിവാക്കാൻ പറ്റുന്ന ഈ 7 വിഭാഗക്കാർക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ അതിന് മുമ്പ് ഏതൊക്കെയാണ് 7 വിഭാഗം എന്നൂടെ പറയാം. ആദ്യം നമുക്ക് ഓൾറെഡി ഇപ്പോൾ നിലവിൽ നമുക്ക് കൊറോണ രോഗമുള്ള ആളുകൾ, രണ്ടാമതായിട്ട് നമുക്ക് മുൻപ് വന്ന് മാറിയിട്ടുള്ളത്, മൂന്നാമതായിട്ട് നമ്മൾ ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ, അതായത് വാക്സിൻ്റെ ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്ത ആളാണെങ്കിൽ, നാലാമത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വാക്സിൻ ഒഴിവാക്കി കിട്ടും. അഞ്ചാമത് കുട്ടികൾക്ക്, ഉണ്ടാവുകൾക്കും കുട്ടികൾക്കും എന്നുള്ള അവസ്ഥയിലാണ് അഞ്ചാമത് ആ ഒരു കാറ്റഗറി. ആറാമത് നമുക്ക് ഈ വാക്സിൻ ശരീരത്തിൽ സ്വീകരിക്കുന്നത് കൊണ്ടുള്ള ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക്, അതായത് അലർജി കൊണ്ടാവാം അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങളുണ്ടാവും. ഈ 2 കാറ്റഗറിക്ക്, അതായത് പ്രഗ്നൻസി, അതുപോലെ തന്നെ ഈ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, അതുപോലെ തന്നെ മുൻപ് രോഗം വന്ന് മാറി, ഇവർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും അംഗീകൃത മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് അവിടെ ഒരു പരിശോധന നടത്തി ആ ഒരു പരിശോധനയിൽ നമ്മൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഇവാലുവേഷൻ പാസ്സായതിന് ശേഷം അവിടെ നിന്ന് DOHൽക്കോ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽക്കോ അപ്ലൈ പോയിട്ടാണ് അവർക്ക് ചെയ്യേണ്ടി വരിക. അതല്ലാത്ത ഇനി 7ാമത്തെ ഒരു വിഭാഗം കൂടെ ഉണ്ട്. അത് രാജ്യത്തിന് UAEക്ക് പുറത്ത് നിന്ന് വാക്സിൻ എടുത്തിട്ടുള്ളവർ, UAE അംഗീകരിച്ചിട്ടുള്ള ഇപ്പം നിലവിൽ വാക്സിനുകളായിട്ടുള്ളത് സിനോഫാം, അതുപോലെ തന്നെ നമ്മുടെ ഫൈസറിൻ്റെ വാക്സിൻ, അതുപോലെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ ആസ്ട്രാസെനിക്കേൻ്റെ വാക്സിൻ ഉണ്ട്, അതുപോലെ സ്പുട്നിക് ഉണ്ട്, റഷ്യയുടേത്. ഇങ്ങനെയുള്ള വാക്സിൻസൊക്കെ UAE അംഗീകരിച്ചിട്ടുള്ള വാക്സിൻ നമുക്ക് രാജ്യത്തിന് പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ആളുകൾക്കും ഈ ഒരു 7ാമത്തെ കാറ്റഗറി ആയിട്ട് ഈ ഒരു വാക്സിൻ എക്സംഷൻ കിട്ടും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾ ചെയ്യാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ദുബായ് റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ 800-342 എന്നുള്ള ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക. അബുദാബി ആണെങ്കിൽ 800-1717 എന്നുള്ള ആ ഒരു നമ്പറിൽ വിളിക്കുക. ഇനി അതല്ല, നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും എമിറേറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ എമിറേറ്റ്സ് ID അടിച്ചു കൊടുക്കുക. ഓക്കെ, അവിടെ ഗെറ്റ് ഡീറ്റെയിൽസ് ഉള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ എമിറേറ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഷാർജ, അജ്മാൻ, അങ്ങനെ ഏതാണെന്നുള്ള വെച്ചാൽ അത് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ നാഷണാലിറ്റി, മൊബൈൽ നമ്പർ, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ളത് തന്നെ കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കുക. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളത് എക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ 7 കാറ്റഗറി, ആക്റ്റീവ് കോവിഡ് പേഷ്യൻ്റ് ആണോ നിങ്ങൾ, അതല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്തിട്ടുണ്ടോ, പ്രഗ്നൻ്റ് ആണോ, 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണോ, അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ വാക്സിൻ എടുത്ത ആളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും കോവിഡ് വന്ന് മാറി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതല്ലെങ്കിൽ ഈ മെഡിസിൻ ഏതെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ, ഈ അവസാനത്തെ 2 കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഈ മെഡിക്കൽ ഡോക്യുമെൻ്റ് ഹാജരാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളൊരു മെഡിക്കൽ അസസ്മെൻറ്റ് കൂടെ നടത്തേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവരവിടെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് എലിജിബിൾ ആണോ, ഐ മീൻ ഈ വാക്സിൻ എക്സംഷന് നമ്മൾ എലിജിബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും വരും. അതുപോലെ തന്നെ നമ്മുടെ അൽ ഹുസൈൻ ആപ്പിനകത്തും അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.